ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ത്രില്ലർ പടമാണ്. പടത്തിന്റെ പേരാണ് ഒച്ച് പുറന്തോടിനുള്ളിൽ. വെറൈറ്റി പേര് തന്നെ. പടം തുടങ്ങുന്നത് ഒരു കോൽക്കളി പ്രോഗ്രാം കാണിച്ചുകൊണ്ടാണ്. ബാല്യക്കാരുടെ ഉള്ളിൽ നാടാകെ കലുഷമാക്കി അവർ മാറ്റുന്നു പാടേ. 2 hours later. പീഡന നേറുന്നു പെണ്ണിന്റെ തീയാണ് കൊച്ചിന്റെ പുറന്തോടിനുള്ളിലായി ഇത് വല്ല കലോത്സവം കാണാൻ വന്നിരിക്കണ പോലെ ഉണ്ട്. എവിടെ സിനിമ എവിടെ? A few moments later. സിനിമ തുടങ്ങുമ്പോ ഒരു ചുവന്ന കാർ റോഡിലൂടെ പോവുകയാണ്. നോക്കുമ്പോ അവിടെ ഒരു പൊട്ടിത്തെറി. ചൂളമേട് മാർക്കറ്റിംഗ് സെന്ററിൽ കാർ ബോംബ് സ്ഫോടനം നടന്നതിനെ തുടർന്ന് 2 പേർ കൊല്ലപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയാണ് ഭീകര സ്ഫോടനം നടന്നത്. മാർക്കറ്റിംഗ് സെന്ററിന്റെ പ്രധാന കെട്ടിടത്തിന് സാരമായ അതാരാ? അവളെവിടെ? എവിടെ പോയി? അവളെവിടെ? എവിടേക്കാ പോയിരിക്കണേന്ന് അറിയില്ല. നിങ്ങൾ അവളുടെ കെയർ ടേക്കർ ആണെന്ന് ഓർമ്മയുണ്ടോ മഹേശ്വരി? എപ്പോഴാ അവള് പോയത്? 2 ദിവസമായി. ആരാ പോയത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏതോ ഒരു പെൺകുട്ടി എങ്ങടോ പോയിണ്ട് കേട്ടോ. ഇന്ന് തന്നെ എനിക്ക് അവളെ കാണണം. ദേ വീണ്ടും അയാൾ. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. ആരത്? ഏയ് ജയറാമേട്ടനെ കണ്ടല്ലോ. ഓ സോറി, ആള് മാറിപ്പോയി. ഇനി ഒരു കോമഡി ആയാലോ? എന്നാൽ അവൻ ആളിത്തിരി വില്ലനാട്ടോ സാറേ. ഒരു തരി സ്വർണ്ണില്ലാണ്ട് അവൻ കംപ്ലീറ്റ് അടിച്ചു മാറ്റിയിരിക്ക. സംഭവം എന്താന്ന് വെച്ചാ, നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ മോഷണം നടന്നിട്ടുണ്ട്. ഒരു പെണ്ണാണ് മോഷണം നടത്തിയത്. ആ റോബറി കേസ് അന്വേഷിക്കാനാണ് ഈ 2 പോലീസുകാർ നടക്കുന്നത്. മറ്റാണ് സ്വർണം. അവളുടെ വാനിറ്റി ബാഗ് ഇരിക്കണോ തവള ചത്തു തീർത്ത പോലെ. അത് മുഴുവൻ സ്വർണ്ണായിരിക്കും സാറേ. A few moments later. സാറേ അവിടെ സ്പീഡ് കൂട്ടുന്നുണ്ടോ സാറേ? നമ്മൾ സ്പീഡ് കൂട്ടും. ഇതെന്താ ഇത് തൊട്ടാപ്പിടുത്തോ? ഓടുന്നു പിടിക്കും സാറ് പിടിക്കും. ഇനി പിടിക്കണം. 1 hour later. ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്നു. അങ്ങനെ നടന്ന് രാത്രിയായി. അവിടെ നിന്ന സൂര്യനായിരുന്നു, ഇപ്പൊ ഇവിടെ എത്തി. പോലീസുകാരാണെങ്കിൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അത് സംഭവിക്കുന്നത്. ഈ പെൺകുട്ടി നടന്നെത്തിയത് യോഗേന്ദ്ര വർമ്മ എന്ന സിനിമാ സംവിധായകന്റെ വീട്ടിലേക്കാണ്. എന്താ സർ, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ? അത് കാറ് ബ്രേക്ക് ഡൗൺ ആയി. മഴയും കാറ്റും ഒക്കെ അല്ലേ. പ്ലീസ് സർ. ഇത് ഞാൻ എവിടെയോ കണ്ടിണ്ടല്ലോ. സർ, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ? അത് കാറ് ബ്രേക്ക് ഡൗൺ ആയി. മഴയും കാറ്റും ഒക്കെ അല്ലേ. പ്ലീസ് സർ. ഓഹോ, അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. കാറ് ബ്രേക്ക് ഡൗൺ ആയി. മഴയും കാറ്റും ഒക്കെ അല്ലേ. പ്ലീസ് സർ. കാരണത്തിന് ഇരുത്താൻ പോരായിരുന്നോ? ഇവിടെ അത്തോട്ടൊന്നും സൗകര്യപ്പെടത്തില്ല. ഓ, ഇയാള് സിഗ്മയാണല്ലോ. നേരം വെളുക്കുമ്പോ പോന്നോളൂ. എക്സ്ട്രാസും ആർട്ടിസ്റ്റും ചാൻസ് വെച്ചോണ്ട് എനിക്ക് അതിനൊന്നും സമയം. അയ്യോ സർ, ഞാൻ അതിനല്ല വന്നത്. അയ്യേ, ചമ്മിപ്പോയി. തന്റെ പടത്തിലൊക്കെ അഭിനയിക്കാൻ തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും വരുമോ? യോഗേന്ദ്ര വർമ്മയുടെ പുതിയ പ്രോജക്റ്റ് ആണ് കേട്ടോ ഒച്ച്. യോഗേന്ദ്ര വർമ്മ സിഗ്മയിൽ ആയതുകൊണ്ട് ആ പെൺകുട്ടിയെ അയാൾ വീടിനകത്തേക്ക് കേറ്റിയില്ല. പക്ഷേ A few moments later. സർ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? സർ, ഞാൻ ഉടനെ പോയേക്കാം. മൊബൈലിൽ ചാർജ് ഇല്ല. ഒന്ന് ഫോൺ ചെയ്തോട്ടെ പ്ലീസ്. ഹായ്, കഥ എഴുതുവാണോ? ഫോൺ വിളിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്ക്. ഉഫ്, സിഗ്മന്നെ. പുറത്തെന്തൊരു കാറ്റും മഴയാണ് സർ. പിന്നെ ഇടി മിന്നലും ഉണ്ട്. പേടിയാണോ സർ? മൊബൈൽ ഫോൺ ഒന്ന് തരുമോ? ഇവളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇവിടെ മറ്റാരും ഇല്ലേ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കണേ? നിനക്കാള് മാറിപ്പോയി. സർ, എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു കുതിർന്നു പോയി സർ. ഞാനൊന്ന് പിഴിഞ്ഞു കൊടുത്തോട്ടെ? കുറെ നേരമായി
ഞാനിങ്ങനെ നനഞ്ഞ ഡ്രസ്സിൽ നിൽക്കുന്നു സർ. ഇങ്ങനെ പോയാൽ എനിക്ക് പനി പിടിക്കും. 2 പാരസെറ്റമോൾ കഴിച്ചാ മതി. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇവരുടെ വായ നോക്കിയിട്ട് 2 പോലീസുകാർ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനോ എന്തോ വേഗം വേണം. എന്തൊരാശ്വാസം. ഈ പെണ്ണ് ഡ്രസ്സ് മാറുന്നത് പോലീസുകാരിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കുകയാണ്. ഇതാരതിന്റെ കഥ എഴുതിയേക്കണ്? എവിടെ ഇത് കഴിഞ്ഞിട്ടൊന്നും എനിക്കൊന്ന് കാണണോട്ടെ ഇയാളെ. മനുഷ്യന്റെ സമതല തെറ്റിക്കരുത്. ആ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നമ്മുടെ യോഗി അവളുടെ ബാഗ് തുറന്നു നോക്കുകയാണ്. ഇവളുടെ ഇതുവരെയുള്ള കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് ഇപ്പോഴാണ് സംശയം തോന്നുന്നത്. സമ്മതിച്ചടോ. നോക്കുമ്പോൾ അതാ അവളുടെ ബാഗിന്റെ ഉള്ളിൽ ഒരു തോക്ക്. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. ആരെയും വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചോണ്ടെന്ന് ആർക്കറിയാം. ഇതെന്താ ഇത് കൊറേ ഉണ്ടല്ലോ. ബാഗിന്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റോ? ആ യോഗേന്ദ്രവർമ്മൻ എന്തോ കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു ഡീകോഡിങ് കണ്ടിട്ടില്ല. ഇതിനു മുന്നേ ഞാൻ കണ്ടത് മറ്റേ IG സിനിമയിലാണ്. മുജീബ് ബീജം. ബീജം എന്ന് ഇംഗ്ലീഷിൽ എഴുതി തിരിച്ചു വായിച്ചാൽ മുജീബ്. ഇത് അതിനെ കടത്തി വെട്ടി. ഒച്ചാണ് ഇത്ര ഒച്ച്. അതെന്താ ചാന്റെ അടിയിൽ ഇയാള് വരച്ചക്കണ്? സമൂസേ? എത്ര വയസ്സായിട്ട് നിനക്ക് നാണോ ഇല്ലേ? നല്ല ബീജിയം. എറിയും നിന്നെ. എന്റെ ഡ്രസ് എടുത്തിട്ടേക്കണോ? തോന്നി ദിവസം കാണിക്കണോ? ഉരുക്കത് നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. മനുഷ്യനായല്ലേ ഇച്ചിരി സഹാനുഭൂതിയൊക്കെ വേണം. സാറെന്നെ അടിച്ചോളൂ, ഞാൻ സഹിച്ചോളാം. ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ അത്ര വരില്ല അത്. അതന്നെ എനിക്കും പറയുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് തല്ലിയിട്ട് വെക്കോ, എന്നാ കൂടി കുഴപ്പമില്ല. ഇങ്ങനത്തെ ഓരോന്ന് ഇറക്കി വിടരുത്, കാണാൻ വയ്യ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കാതെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്. അതിന് നിന്റെ തോക്കുണ്ടല്ലോ. അതെങ്ങനെ പിടിക്കണ്ടേന്ന് പോലും എനിക്കറിയില്ല സർ. വീട് വിട്ട് ഇറങ്ങിയപ്പോ മുത്തശ്ശന്റെ പഴയ സർവീസ് റിവോൾവർ കൈക്കലാക്കിയതാ. അതിനത് റിവോൾവർ അല്ലല്ലോ, പിസ്റ്റൽ അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നേ? നോക്കുമ്പണ്ട് നമ്മൾ ഇത്ര നേരം കണ്ട പോലീസുകാരൻ പെട്ടെന്ന് ഗുണ്ടയുടെ വേഷത്തിലൊക്കെ വന്നേക്കണു. ഇവളെ പിടിച്ചോണ്ട് പോവാനാണെങ്കിൽ ഇയാൾക്ക് പോലീസായിട്ട് തന്നെ വന്നാ പോരെ? നീ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണ എന്റെ ജിംബ്രൂട്ടാ? ദേ വേറെ പോലീസുകാരൻ. അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവള് വീണ്ടും യോഗേന്ദ്രവർമ്മയുടെ വീടിന്റെ അകത്തേക്ക് കയറി. ഈ പിണക്കമൊക്കെ എല്ലാ വീട്ടിലും സർവ്വസാധാരണമല്ലേ? സിറ്റിയിലൊരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഇയാൾക്ക് അത് അന്വേഷിക്കാൻ പൊക്കൂടെ? ഇയാൾ ഇവിടെ കിടന്ന് വെറുതെ കഥയില്ലാതെ ജീവിതം കളിക്കാണ്. നിങ്ങൾക്ക് ബോറടിച്ചോ? നിങ്ങളുടെ ബോറടി മാറ്റാൻ ഒരു പാട്ട്. അതിന്റെ ഇടയില് നമ്മുടെ യോഗിയുടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഏതാ പുസ്തകം? എവരിഡേ ഹീറോ മാനിഫെസ്റ്റോ. ഈ പുസ്തകം ഇപ്പൊ വായിക്കുന്നേ ഉള്ളൂ. ഇത് 3-ാം വട്ടമാ. ഇംഗ്ലീഷ് അറിയാത്തോണ്ടാവും. പുസ്തകത്തിന്റെ ചിറകിലേറി വായനയുടെ ആകാശത്തിലൂടെ പറന്നു പറന്ന് ആശയത്തിന്റെ വെൺമേഘത്തുണ്ട് കൊത്തിയെടുത്ത് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ അയാളുടെ ഒരു ബുക്കും തേങ്ങയും. മഞ്ജു ആണ് സർ. സംഭവം എന്തെന്ന് വെച്ചാ ഈ മഞ്ജു എന്ന പെൺകുട്ടിയെ തേടിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ കെയർ ടേക്കറും അവളുടെ അമ്മയും നടക്കുന്നത്. ഇതിനകം അവള് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലോ? ഇതൊക്കെ എഴുതിയവനൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ 4 വർത്താനം പറയായിരുന്നു. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ദേ വീണ്ടും അയാൾ. അവസാനം ആ ട്വിസ്റ്റ് പൊളിയുകയാണ്. പാടേ പൊളിഞ്ഞു, പിന്നെയാണ് ട്വിസ്റ്റ്. അതന്നെ, ഇവര് പോലീസുകാരിയാണ്. മിസസ് മല്ലിക വെങ്കടേഷ്, ഇന്റലിജന്റ് ഇൻവെസ്റ്റിഗേറ്റീവ് എക്സിക്യൂട്ടീവ്. വെറുതെ വായി തോന്നലൊന്നും പറയില്ല എന്റെ ചേട്ടാ. ബാഗിനകത്ത് ഐഡന്റി കാർഡ് വച്ചിരുന്നത് ഒരു അശ്രദ്ധ. അത് കണ്ട നിമിഷം തന്നെ വന്നതാരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. എന്നാ പിന്നെ അപ്പൊ തന്നെ ഇതിനെ ഓടിച്ചു വിട്ടൂടെ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചില നാടകങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതും സത്യമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ നാടകം കാണാൻ ടിക്കറ്റ് എടുക്കാതെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. വല്ലതും അറിഞ്ഞായിരുന്നോ? അയാള് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കണ്ടിട്ട് പോയിട്ടുണ്ട്. ഈ
ഈ പോലീസുകാരി കാണാതായ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. ആരാണ് ഈ പെരുങ്കള്ളൻ? ഡിവൈഎസ്പി നകുലൻ. ഈ നഗരപ്രദേശത്തെ നമ്പർ 1 മോഷ്ടാവാണ് അയാൾ. അങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യോഗേന്ദ്ര വർമ്മയുടെ ഒരു ഫൈറ്റ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് എന്ന് എനിക്കറിയില്ല. ഇയാൾ ആരാണ് തല്ലണതെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ പറയാണ്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യോഗേന്ദ്ര വർമ്മ ഇയാളെ തല്ലുന്നത്. ക്ലൈമാക്സിൽ മറ്റൊരു ട്വിസ്റ്റ്. എല്ലാ കുറ്റവും ചെയ്തത് യോഗേന്ദ്ര വർമ്മയാണ്. എന്റെ രൂപത്തിലും ഭാവത്തിലും നകുലൻ എന്ന് പേരുള്ള ഒരു കള്ളനുണ്ടായത് ഉപകാരമായി. അത് തന്റെ പിതാജി ശരിയല്ലാത്തോണ്ടാവും. സംഭവം എന്താന്ന് വെച്ചാ, നമ്മുടെ യോഗി ഒരു ഡ്രഗ് ഡീലറാണ്. അയാളുടെ സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി മഞ്ജു യോഗിയുടെ കൂടെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെട്ടു. പിന്നെ അയാളാണല്ലോ ബാഹുബലി എടുത്ത് ഹിറ്റാക്കിയത്. അയാളുടെ സിനിമയിൽ അവസരം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ജീവിതം തൊലഞ്ഞു പോവും. സാറിന്റെ സിനിമയില് ഹീറോയിൻ ആവുന്ന ദിവസവും കാത്താ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവരുടെ ഇടയിലുണ്ടായ വാക്കുതർക്കത്തില് ഈ യോഗേന്ദ്ര വർമ്മയുടെ ഭാര്യ മഞ്ജുവിനെ കൊന്നു. അങ്ങനെ യോഗിയും ഭാര്യയും കൂടി ആ കൊലപാതകം മറച്ചു വെക്കാൻ ശ്രമിച്ചു. അതാണ് സംഭവം. അങ്ങനെ ഒടുവിൽ യോഗേന്ദ്ര വർമ്മയെ നമ്മുടെ മാഡം അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ യോഗേന്ദ്ര വർമ്മയ്ക്ക് യോഗമില്ലാതായി. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ. വലിയ വില കൊടുക്കേണ്ടി വന്നു. വർമ്മ, ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി ഇടിച്ചു നിൽക്കും. ഒന്നൊരു അവസാനമല്ലല്ലോ. അപ്പൊ ഇത് അവസാനല്ലേ? പടം കഴിഞ്ഞില്ലേ? ഒന്നൊരു അവസാനമല്ലല്ലോ. ആ ചെറ്റിയോടൊന്നും വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. മിസ്സിസ് മല്ലിക വെങ്കടേഷ്. യെസ് മിസ്റ്റർ വെങ്കടേഷ്. എവിടെയാണ് അടുത്ത അസൈൻമെന്റ്? അതോടെ ഈ പടം അവസാനിച്ചു. അപ്പൊ നമ്മൾ എവിടെന്നാ തുടങ്ങണ്ട്? ഒച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് പറ്റിയ പേരെന്നെയാണ്. പുറന്തോടിനുള്ളിൽ കാലിന്റെ ഇടയില്. ഈ സിനിമയിലെ കഥയെപ്പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് തല വെക്കില്ലായിരുന്നു. ശല്യക്കാരായ ജീവികളെ കെണിയിലേക്ക് ഓടിച്ചു കയറ്റുന്ന ഒരു സൂത്രമുണ്ട്. പക്ഷെ കെണിയിൽ അകപ്പെടുന്നത് വരെ അതൊരു കെണിയായിരുന്നുവെന്ന് ആ ജീവികൾ അറിയുന്നേയില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇനി സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ കോൽകളിയൊക്കെ കണ്ടല്ലോ, അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതേപോലെ തുടക്കത്തിൽ മറ്റേ കാറ് പൊട്ടിത്തെറിച്ചത് അതെങ്ങനെ? ചൂട് കാരണമായിരിക്കില്ലേ? അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പൂപ്പൻ വന്ന് തല കാണിച്ചു പോയിട്ടുണ്ട്. ഇതാരാ? ഇയാളാ വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കാനൊക്കെ വരണുണ്ട്. എന്തായാലും നല്ല സ്ക്രിപ്റ്റ്. അടുപ്പിലിട്ട് കത്തിച്ച ഒരു ചെമ്പ് വെള്ളം ചൂടാക്കാം.